ഹായ് ഫ്രണ്ട്സ്, ലെച്ചൂസ് കുക്കിംഗ് ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പ, പൂള, മരച്ചീനി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ കൊള്ളിക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്റ്റ്യൂ ആണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ചെറിയ പീസുകളാക്കി നുറുക്കിയ കിഴങ്ങ് 3 കപ്പ് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുങ്ങിക്കിടക്കാവുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളപ്പിച്ചൂറ്റിയെടുക്കണം. കിഴങ്ങിൽ ചെറിയ തോതിൽ കട്ടുണ്ടെന്നാണ് പറയണത്. അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ചൂറ്റിയെടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കിഴങ്ങ് കഴിച്ചു നോക്കിയിട്ട് കയ്പ്പ് രസം ഉണ്ടെങ്കിൽ മാത്രമേ തിളപ്പിച്ചൂറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റി കളയാം. വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 കഷ്ണം വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. കിഴങ്ങ് തിളപ്പിച്ചൂറ്റാതെയാണ് വെക്കുന്നതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്ത് വേവിച്ചാൽ മതി. അപ്പോൾ ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളം ചേർത്താൽ മതി. ഒരു വിസിൽ വന്നതിന് ശേഷം എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി മുറിച്ച 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേവണ കിഴങ്ങാണെങ്കിൽ എയർ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കണം. കുറച്ച് കഷ്ണങ്ങൾ സ്പൂണ് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. സോഫ്റ്റ് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റ്യൂ ആണിത്. എന്തിൻ്റെങ്കിലും കൂടെ ചേർത്ത് കഴിക്കാനല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സ്റ്റ്യൂ കൂടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ ബാജിയും മസാല ദോശയുടെ മസാലയും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.